കേരളത്തിൽ ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളിൽ മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് CPIM മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പൊക്കെ CPIM സ്വതന്ത്രരെ ഉൾപ്പെടെ മത്സരിപ്പിക്കുന്നത് 85-86 സീറ്റുകളിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിൽ 60-ൽ കൂടുതൽ സീറ്റുകൾ CPIM പ്രതിനിധികൾക്ക് ലഭിച്ചതും സ്വതന്ത്ര MLA-മാർ ഉണ്ടായതും ഒക്കെ വളരെയധികം മൊറയിൽ ബൂസ്റ്റായി കണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ സഖ്യകക്ഷിയായ CPI മുന്നണി വിട്ടാൽ പല സീറ്റുകളിലും CPIM-ന് അമ്പേ പരാജയമുണ്ടാകും. ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നുള്ളത് മാത്രമല്ല, CPM-ന്റെ നില പരുങ്ങല്ലാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ആലത്തൂർ മണ്ഡലമാണ് വ്യക്തിപ്രഭാവത്തിൻ്റെ പേരിൽ K. രാധാകൃഷ്ണൻ വിജയിച്ചെടുത്തതെങ്കിൽ അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് മുന്നേറ്റമുണ്ടായി. ചേലക്കരയിൽ ഉൾപ്പെടെ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷം UR പ്രദീപ് മത്സരിച്ചപ്പോൾ അത് 10,000-ലേക്ക് 4-1 താഴ്ന്നു. പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞു. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ദേവസ്വം കാണിക്കുന്ന അഴിമതി ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി മറിച്ചു വിറ്റു എന്ന ആരോപണം അതിശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹം വളരെ കോൺഫിഡൻസോടെ പറയുന്നു, എന്നെ കുടുക്കിയാൽ കൂടുതൽ ആളുകൾ ഇതിൻ്റെ പിന്നിലുള്ളത് ഞാൻ വിളിച്ചു പറയും, അവരും കുടുങ്ങും, എന്നെ സർക്കാർ സംരക്ഷിച്ചോളൂ എന്നൊരു ധ്വനിയാണ് ഈ വാക്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത്. കള്ളത്തരങ്ങളും കുതുകാൽ വെട്ടും മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു മുന്നണി സംവിധാനം, അതാണിപ്പോൾ CPIM-ന്റെ രീതി. VS ഒക്കെ പാർട്ടിയെ നയിച്ച കാലത്ത് അല്ലെങ്കിൽ മുന്നണിയുടെ അമരക്കാരനായി ഇരുന്ന സമയത്തൊന്നും ഒരു രീതിയിലുള്ള ഇത്തരത്തിലുള്ള നാറിത്തരങ്ങളും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതൊക്കെ കൊണ്ടാണ് ഒരു മേൽവിലാസം ഇടതുപക്ഷത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ ഊട്ടി ഉറപ്പിക്കാൻ സാധിച്ചതെങ്കിൽ അത് വെച്ച് ജനങ്ങളെ ചൂഷണം ചെയ്ത് ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റി ജനങ്ങളെ വല്ലാതെ വിഡ്ഢികളാക്കുന്ന രീതിയാണ് പിണറായി വിജയനും കൂട്ടരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ പദ്ധതികൾ ഓരോന്ന്, കേരളയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ പൊളിച്ച് കയ്യിൽ കൊടുത്തതാണ്. എന്നിട്ടും അഹങ്കാരത്തിനും അതുപോലെ തൻ്റെ ഇടത്തിനും യാതൊരു കുറവുമില്ല. വീണ്ടും തുടർഭരണം നേടി 81-ാമത്തെ വയസ്സിൽ മൂന്നാമത് മുഖ്യമന്ത്രിയാകാനുള്ള കുപ്പായം ക്ലിഫ് ഹൗസിൽ തുന്നി വെച്ചിരിക്കുകയാണ്.